Hello lovely peoples, welcome back to our YouTube channel NRN Family Vlogs. ഇന്ന് ഒരു ഡേ ഔട്ടാണ്, മോം ഡോട്ടർ ഡേ ഔട്ട് എന്ന് വേണമെങ്കിൽ പറയാം. ഞങ്ങൾ സമ്മർ തുടങ്ങിയ ശേഷം കുറേ നാളായി പുറത്തേക്ക് ഇറങ്ങിയിട്ട്. അപ്പം ഇന്ന് ഞങ്ങൾ അടുത്തുള്ള മോൾ ഓഫ് മസ്കറ്റിലേക്ക് തന്നെ പോകാമെന്ന് വിചാരിച്ചു. ടാക്സി വിളിച്ചിട്ടാണ് പോയത്. സമ്മറായ കാരണം കുറച്ച് ചൂടാണ്, കുറച്ചല്ല അധികം ചൂടാണ്. നടന്നു പോകാനൊന്നും പറ്റില്ല. നടക്കുവാണെങ്കിൽ 30 മിനിറ്റ്സ് വോക്കേ ഉള്ളൂ കേട്ടോ. നടന്നു വരാൻ നല്ല രസമാണ്. വിൻ്ററിൻ്റെ ടൈമിലൊക്കെ നടക്കുകയാണെങ്കിൽ നല്ല രസമാണ്. പക്ഷേ ഇപ്പം നടക്കാൻ എളുപ്പമല്ല. ഇവിടെ മോൾ ഓഫ് മസ്കറ്റിൽ നല്ല സെക്കൻഡ് ഫ്ലോറിൽ ഈ ഒരു നല്ലൊരു ഏരിയ ഉണ്ട്. നമുക്ക് ഇങ്ങനെ ടൈം സ്പെൻഡ് ചെയ്യാൻ, വെറുതെ നടക്കാനും കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാനും ഒക്കെ പറ്റിയ നല്ലൊരു ഏരിയ. ഇവിടെ ഇതുപോലെ ലണ്ടൻ ബസ് സ്റ്റേഷൻ, പിന്നെ ലണ്ടൻ ടവർ, ഐഫിൽ ടവറൊക്കെ വെച്ചിട്ട് സൈഡ് നമുക്ക് ഫോട്ടോസ് എടുക്കാം. അങ്ങനെയൊക്കെ വെച്ച് നല്ല അറേഞ്ച്മെൻറ്റ്സാണ് ചെയ്തേക്കുന്നത്. പിന്നെ ഒമാൻ അക്വേറിയത്തിൻ്റെ ഏരിയ ഉണ്ട്. പിന്നെ ഇതുപോലെ കടകളും അതൊക്കെ ആയിട്ട് ഈ ഒരു ഏരിയ നമുക്ക് നല്ലൊരു വൈബാണ്. ഇതിന് നടക്കുമ്പോൾ മേൽഭാഗത്ത് ഇങ്ങനെ സ്കൈ പോലെയൊക്കെ വെച്ച് സ്റ്റാർസും അതൊക്കെ ആയിട്ട് നല്ലൊരു രസമാണ് ഇതുവഴി നടന്ന് പോകാൻ കേട്ടോ. ഈ സ്പെഷ്യൽ ഒക്കേഷൻസിലാണെങ്കിൽ ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സൊക്കെ ആയിട്ട് നല്ല രസമാണ്. പിന്നെ ഇടയ്ക്ക് ഇവിടെ ഈ ഭാഗത്ത് ഇത് വരാറുണ്ട്, ഒമാനികളുടെ എക്സിബിഷൻസ് വരാറുണ്ട്. ആ ടൈമിലും നല്ല ഒരു വൈബായിരിക്കും ഇവിടെ. ഈ ഒരു ഏരിയയുടെ ഒരു ഭാഗത്ത് ഫുഡ് കോർട്ടും പിന്നെ ഫാബി ലാൻഡ്, കുട്ടികളുടെ കളിക്കാനുള്ള സ്ഥലമാണ്. അപ്പുറത്ത് നോവോ സിനിമാസ്, നമ്മൾ കയറി വരുമ്പോൾ നോവോ സിനിമാസ്, പിന്നെ വേറൊരു കളിക്കണ ഒരു ഏരിയ ഉണ്ട്. കളിക്കണ ഏരിയാസ് ഇവിടെ കുറേ അധികം ഉണ്ട്. അത് കാരണം കുഞ്ഞാറ്റയ്ക്ക് ഇവിടെ വരാൻ ഭയങ്കര ഇഷ്ടം. അപ്പോൾ ഇന്ന് ഞങ്ങളിപ്പോൾ ഇവിടെ വന്നിട്ട് ഇപ്പോൾ 2 മാസത്തിലേറെ ആയി. അപ്പോൾ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഒരു പുതിയൊരു ഇത് ഓപ്പൺ ആയിട്ടുണ്ട്, അഡ്വഞ്ചർ വേൾഡ് എന്ന് പറഞ്ഞിട്ട്. അവിടേക്ക് പോകാൻ പറ്റാത്തതിൻ്റെ വിഷമത്തിലുള്ള നിപ്പായത്. അവിടെ പോകാൻ പറ്റാത്ത വെച്ചാൽ നല്ല റേറ്റ്, അവിടെ വലിയവർക്കും കൂടിയിട്ടുള്ളതാണ്. അപ്പം 9 റിയാൽസോളം വരുന്നുണ്ട് ഒരു പെർ ഹെഡ് പെർ അവറിനെ. പിന്നെ അങ്ങനെ ഞങ്ങൾ കുറച്ച് ഡാൻസ് റീൽസൊക്കെ എടുക്കാൻ പ്ലാൻ ഇട്ടുണ്ടായിരുന്നു. നമുക്കിവിടെ അങ്ങനത്തെ ഏരിയാസ് ആണല്ലോ, നമുക്ക് നല്ല ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ പറ്റിയ നല്ല ഏരിയാസ് ഉണ്ട് ഇവിടെ. അപ്പോൾ അതൊക്കെ പ്ലാൻ ചെയ്തിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അതൊക്കെ എടുത്തു. നല്ല രസമായിരുന്നു. കുറേ നാളായി പുറത്തേക്ക് ഇറങ്ങിയിട്ട്. ഇതാണ് ഫാബി ലാൻഡ്. ഇവിടെയാണ് മെയിനായിട്ട് ഞങ്ങൾ ഈ മസ്കറ്റ് വന്ന ടൈമിൽ വന്നിരുന്നത്, മോൾക്ക് കളിക്കാനൊക്കെ ആയിട്ട്. അപ്പം അങ്ങനെ ഇവിടെ റിലേറ്റീവ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇവിടേക്കാണ് വീക്കെൻഡ് ആകുമ്പോൾ മെയിനായിട്ട് വരിക. തൊട്ടപ്പുറത്ത് തന്നെ അവളുടെ ഫേവറേറ്റ് ബാസ്കിൻ റൂബിൻസ് ഐസ്ക്രീം ഉണ്ട്. അപ്പോൾ ചോക്കോ ചിപ്പ് ഫ്ലേവറിൻ്റെ, അവളുടെ ഫേവറേറ്റ് ഫ്ലേവറിൻ്റെ അവിടെ വന്ന് നിന്നിട്ട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ എന്താണെന്ന് വെച്ചാൽ 2 ഡേയ്സ് കഴിഞ്ഞാൽ ടാലൻറ്റ് ഫെസ്റ്റ് ഉണ്ട്. അപ്പോൾ ചെറിയൊരു ചുമയൊക്കെ പോലെയുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ പാടാൻ പറ്റിയില്ലെങ്കിലോ എന്നൊക്കെ പേടിച്ച് ഇനി വേണ്ട എന്ന് പറഞ്ഞ് റിസ്ക് എടുക്കണില്ല, ഞാൻ പിന്നെ വാങ്ങിച്ച് തന്നാൽ മതി, ടാലൻറ്റ് ഫെസ്റ്റ് കഴിഞ്ഞിട്ട് വാങ്ങിച്ച് തന്നാൽ മതി എന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ചു. അവൾ സ്വയം സമാധാനിച്ചു. അങ്ങനെ ഫാബി ലാൻഡിലൊന്നും ഇന്ന് കളിക്കാൻ കയറിയില്ല. ഇനിയിപ്പം അച്ഛൻ വന്നിട്ട് നമുക്ക് കളിക്കാൻ പോകാമെന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ച് പോന്നു. ഫാബി ലാൻഡിൽ കുട്ടികൾക്ക് കളിക്കാൻ ഒരുപാട് നല്ല, പിന്നെ വലിയ റേറ്റും ഇല്ല. അപ്പോൾ മൺഡേയിലും വെനസ്ഡേയിലും അവിടെ ഓഫറുണ്ട്. അപ്പോൾ നമുക്ക് എത്ര നേരം വേണമെങ്കിലും കളിക്കാം. ഒരുപാട് അങ്ങനെ ടൈം ലിമിറ്റൊന്നുമില്ല ആ ദിവസത്തിലാണ് ഞങ്ങൾ മിക്കപ്പോഴും വരാറ്. അപ്പോൾ അധികം തിരക്കുണ്ടാവില്ല. വീക്കെൻഡ് ആകുമ്പോൾ നല്ല തിരക്കായിരിക്കും. ഇതാകുമ്പോൾ വലിയ കുഴപ്പമില്ല, ഇട ദിവസമാകുമ്പോൾ. അങ്ങനെ ഞങ്ങൾ താഴെ ലുല്ലുലോട്ട് പോകാമെന്ന് വെച്ചിട്ട് ഇറങ്ങി. പോണ വഴിക്ക് മാക്സിലൊക്കെ ഒന്ന് കയറി നോക്കി, എന്താണ് പുതിയ കളക്ഷൻസും റേറ്റൊക്കെ നോക്കി വെച്ചിട്ട് പോന്നു. ഒന്നും വാങ്ങിയൊന്നുമില്ല. അപ്പോൾ ആ ഫ്ലോറിൽ തന്നെയാണ് ലുലുവിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോർ. അതുവഴി ഞങ്ങൾ ലുലുവിന് താഴേക്ക് ഇറങ്ങിയത്. ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോറിൽ നിന്ന് പിന്നെ ഒന്നും വാങ്ങിക്കാനൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഫസ്റ്റ് ഫുഡിൻ്റെ ഏരിയയിലേക്കാണ് പോയത്. മൂപ്പർക്ക് വിശക്കുന്നു എന്നൊന്ന് പറഞ്ഞപ്പം അപ്പോൾ ചെറിയ സ്നാക്കൊക്കെ വാങ്ങിച്ചു കൊടുത്തു. ഇവിടെ പിന്നെ ഫുഡ് ഏരിയയിൽ തന്നെ നമുക്ക് ഒരു എന്താ പറയുക, കഫേ പോലെ ഇരിക്കാനൊക്കെ ഒരു സ്ഥലമുള്ള ലുലുവാണ്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഫുഡ് വാങ്ങിയിട്ട് പേ ചെയ്തിട്ട് അവിടെ തന്നെ കഴിക്കാൻ പറ്റും. അത് നല്ലൊരു കാര്യമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് സുഖമായിട്ട് കുറച്ച് നേരം റിലാക്സ് ചെയ്തിട്ട് പിന്നെ വീണ്ടും ഷോപ്പിങ്ങിന് പോവാം. പെണ്ണുങ്ങൾക്ക് ഷോപ്പിംഗ് എന്ന് പറഞ്ഞാൽ അത്രയും വലിയ ഇഷ്ടമുള്ള കാര്യമല്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഷോപ്പിങ്ങിന് പോകാൻ. എന്താണാവോ അല്ലേ? പക്ഷേ എനിക്ക് ഇപ്പോൾ എന്ന് പറഞ്ഞാൽ സൂപ്പർ മാർക്കറ്റിൽ വന്നാൽ എനിക്ക് പാത്രങ്ങളുടെ സൈഡിൽ കൂടെ ഒന്ന് പോയില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല. അങ്ങനെയാണ്. എനിക്ക് ആ വഴി ഒന്ന് പോകണം. ഒന്നും വാങ്ങിയില്ലെങ്കിലും
കുഴപ്പമില്ല. എന്നാലും ആ ക്രോക്കറീസും പാത്രങ്ങളുടെ ആ സൈഡിൽ കൂടെ ഒന്ന് പോയി കണ്ണിന് ഒരു കുളിർമ കിട്ടണ പോലെ അതുവഴി പോയില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല. അതുവഴിയൊക്കെ ഒന്ന് നടന്ന് പിന്നെ ചിക്കൻ വാങ്ങാനുണ്ടായിരുന്നു. ചിക്കൻ വാങ്ങി, ഫിഷ് വാങ്ങി ഒക്കെ വാങ്ങിയിട്ട് കുറച്ച് നാളായി പുറത്തേക്ക് ഇറങ്ങാത്ത കാരണം. അപ്പോൾ അവിടെ ഉണ്ട് ഒരു പുതിയൊരു ഇത് ഏരിയ വന്നിട്ടുണ്ട് സുഷിയുടെ മാത്രമായിട്ട്. അത് ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. എനിക്ക് തോന്നുന്നു ഇപ്പോൾ വന്നതാണെന്ന് തോന്നുന്നു, ഇനി ശ്രദ്ധിക്കാതെയാണോ എന്നറിയില്ല. അപ്പോൾ വെറൈറ്റീസ് ഓഫ് സുഷീസ് അവിടെ ഇരിക്കുന്നുണ്ട്. നമുക്കതൊന്നും കഴിക്കാൻ പറ്റില്ലല്ലോ ചിലർക്ക്, എനിക്ക് തോന്നണില്ല. നമുക്കൊക്കെ ചിലതൊക്കെ റോ ഫിഷ് അല്ലേ ആയിട്ടല്ലേ അതിൽ വെക്കുന്നത്. പല ഫ്ലേവേഴ്സും ഉണ്ടെന്ന് തോന്നുന്നു. ഞാൻ ജസ്റ്റ് നോക്കി പോന്നു. പിന്നെ വെജിറ്റബിൾസ് കുറച്ച് വാങ്ങാനുണ്ടായിരുന്നു. വെജിറ്റബിൾസ് വാങ്ങി. അത് കഴിഞ്ഞ് ഇവിടെ അൽമറായുടെ ഒരു മാർക്കറ്റിംഗ് എന്തോ പോലെ അഡ്വർടൈസ്മെൻറ്റ് നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർ ജസ്റ്റ് അൽമറയുടെ കുഞ്ഞു ബോട്ടിൽസ് ആൾക്കാർക്ക് കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ കുഞ്ഞൊരു ഗെയിം പോലെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുഞ്ഞാറ്റ അത് കളിച്ച് എന്തോ ഒരു അൽമറായിയുടെ പേരെഴുതിയൊരു കുഞ്ഞി ഫ്ലാസ്ക് പോലത്തെ കുപ്പി ബോട്ടിലൊക്കെ സമ്മാനമായി കിട്ടി. അവർ ഫോട്ടോ ഒക്കെ എടുത്തു. അപ്പോൾ ആളും നല്ല ഹാപ്പിയായി. ഇവിടെ ഈ സൂപ്പർ മാർക്കറ്റിൽ ചില സമയത്ത് ഇങ്ങനെ കുറച്ച് സംഭവങ്ങളുണ്ടാവും. അത് നല്ല രസമാണ്. ചിലപ്പോൾ നമുക്ക് വെറുതെ സാധനങ്ങൾ കഴിക്കാനും കുടിക്കാനൊക്കെ തരുമല്ലോ. അങ്ങനെ പിന്നെ അവിടെ നിന്ന് നമ്മൾ ബില്ല് ചെയ്തിട്ട് കുഞ്ഞാറ്റയ്ക്ക് മെക്ഡൊണാൾഡ്സ് ഹാപ്പി മീൽ വേണമെന്ന് പറഞ്ഞിട്ട് വീണ്ടും ഫുഡ് കോർട്ടിൽ പോയി അത് വാങ്ങിച്ചു കൊടുത്തു. അത് കഴിഞ്ഞ് നേരെ താഴേക്ക് വിട്ടു. ഞങ്ങൾ ടാക്സി വഴി ടാക്സി വിളിച്ച് തിരിച്ച് വീട്ടിലേക്ക് പോയി. അപ്പം അത്രയേ ഉള്ളൂ. ബായ്.